മൂന്നാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ അവിടെ ഗെയിം മാറ്റിപ്പിടിക്കുകയാണോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വേറെ ഒന്നല്ല, ഇന്ന് ലാലേട്ടൻ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, ജാസ്മിന്റെ അടുത്തല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ ഇൻവിസിബിൾ ആയിട്ട് കളിക്കുന്ന ആരൊക്കെയാണ്, അതായത് അവിടെ കാണാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. ജാസ്മിന്റെ അഭിപ്രായം നമ്മുടെ മുടിയൻ, അതായത് നമ്മുടെ ഋഷി, പിന്നെ അൻസിബ, പിന്നെ ശ്രീതു, പിന്നെ നമ്മുടെ ശരൺ, ഇവരെയാണ് കൂടുതലും ഫ്രണ്ടിലോട്ട് കാണാത്തത്, ഗെയിം കളിക്കുന്നത്. ഓരോരുത്തരുടെ പേരും ഓരോരുത്തർ കാരണം വ്യക്തമായ രീതിയിൽ തന്നെ ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത്. വേറെ ആരും അത്രയും നന്നായിട്ട് പറഞ്ഞില്ല, ജാസ്മിൻ തന്നെയായിരുന്നു പറഞ്ഞത്. അതിനെ നമ്മുടെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിനെ. അപ്പോൾ തന്നെ ജാസ്മിൻ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൂടിയായിരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത ടാസ്ക് നമ്മൾ പവർ റൂമിലോട്ട് ഒരാളെയും കൂടെ കയറ്റുക എന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാനും ഗബ്രിയും ഒരുമിച്ച് കളിക്കുന്ന ഇവിടെ വീട്ടിലെല്ലാവർക്കും പരാതിയുണ്ട്. അപ്പൊ അതെന്തായാലും മാറ്റണം. അതുകൊണ്ട് ഞാനോ അതോ ഗബ്രിയോ പോകുന്നതിൽ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ ജാസ്മിൻ ചിന്തിച്ച് കളിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ജാസ്മിൻ കളിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ്. ഞാൻ ജാസ്മിനെ കുറെ വിമർശിച്ചിട്ടുണ്ട്, അതെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ജാസ്മിൻ ഈസ് എ ബെസ്റ്റ് ഗെയിമർ തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് വീക്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു വന്ന ഒരാളായിരുന്നു ജാസ്മിൻ. പക്ഷെ ഗബ്രി എന്നൊരു കോംബോയിലോട്ട് പോയതിനു ശേഷമാണ് ഇത്രയും നെഗറ്റീവ് ജാസ്മിൻ വന്നത്. അപ്പോൾ അത് മാറ്റി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയിട്ട് വരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യാനും നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ജാസ്മിൻ. എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ജാസ്മിൻ എന്തായാലും ഒന്ന് ചിന്തിച്ചു തുടങ്ങി ഗെയിം മാറ്റി പിടിക്കണം. കാരണം ഓൾറെഡി നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അത് അപ്സരയൊക്കെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വന്ന വീക്കിലുള്ള ജാസ്മിനെ അല്ല ഇപ്പൊ കാണുന്നത്. ജാസ്മിൻ ഒത്തിരി ഡൗൺ ആയി. അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ നല്ല രീതിയിൽ ഡൗൺ ആയി പോയി ജാസ്മിൻ. ഫുൾ ഗബ്രി എന്നൊരു ഇതിലോട്ട് മാത്രം ഒതുങ്ങിപ്പോയി ജാസ്മിൻ എല്ലാ രീതിയിലും. അപ്പോ അതൊക്കെ കേട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്നെ റീതിങ്ക് ചെയ്ത് കാണുമായിരിക്കാം. അതുകൊണ്ട് തിങ്ക് ചെയ്തിട്ടാണ് ഇന്ന് എന്തായാലും സംസാരിച്ചത്. ഇന്നത്തെ എന്തായാലും എപ്പിസോഡിൽ ജാസ്മിന്റെ സംസാരവും എല്ലാ പെരുമാറ്റവും നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫാഷൻ ഷോ ടാസ്ക് ഉണ്ടായിരുന്നു. അതും നല്ല രീതി തന്നെയായിരുന്നു നമ്മുടെ ജാസ്മിൻ ഇന്ന് ചെയ്തത്. അതിനകത്ത് ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ട് വന്നത് ജാസ്മിനും അതുപോലെ തന്നെ അർജുനൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആ നെഗറ്റീവ്സ് എല്ലാം ഒരു വിധത്തിൽ നല്ല രീതിയിൽ കുറയാനും, നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ നമ്മുടെ ജനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അതിനുശേഷം നമ്മുടെ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതിന്റെ ഇടയിൽ തന്നെ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിനുശേഷം ഗബ്രി പറയുന്നുണ്ട്, ഗബ്രിക്ക് പേഴ്സണലി ജാസ്മിൻ പവർ റൂമിലോട്ട് പോകുന്നതിൽ താല്പര്യമില്ല എന്ന് അപ്പൊ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജാസ്മിൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചിട്ടും നമ്മുടെ ഗബ്രി സ്റ്റിൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഗബ്രിയുടെ ഗെയിമിനെ അത് ഒന്നും കൂടെ ബാധിക്കും. കാരണം ജാസ്മിൻ നന്നായിട്ട് കളിക്കാൻ തീരുമാനിച്ചു, ഒരു ഇച്ചിരി വിള്ള ലെവലിൽ വളർത്തി അവൾക്ക് തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഗബ്രി എന്നിട്ടും അതിന് സമ്മതിക്കാതെ പിണങ്ങി മാറി നിൽക്കുന്നുണ്ട്. അതായത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലൈവിനകത്ത് കാണിക്കുന്നുണ്ട്, ജാസ്മിന്റെ അടുത്ത് പിണങ്ങി കിടക്കുന്ന ഗബ്രിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജാസ്മിൻ നമ്മുടെ ഗബ്രിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, കാരണം ലാലേട്ടൻ നല്ല രീതിയിൽ പ്രശംസിച്ചില്ല. അപ്പൊ അതിന് നല്ല ഒരു മോട്ടിവേഷൻ നമ്മുടെ ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇന്ന് ഹാപ്പി ആവാനുള്ള കാരണം. പക്ഷെ നമ്മുടെ ഗബ്രി ഒട്ടും ഹാപ്പി അല്ല. കാരണം ജാസ്മിൻ അങ്ങനെ പറഞ്ഞതിൽ നമ്മുടെ ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗബ്രിയും നല്ല രീതിയിൽ മാറി കളിക്കുകയാണെങ്കിൽ, ഗബ്രി ഈസ് എ ഗുഡ് ഗെയിമർ, ഗബ്രിയും ജാസ്മിനും മാറി നിന്ന് കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. പക്ഷെ രണ്ടുപേരുടെ കോംബോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഗബ്രി അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നിട്ട് സംസാരിക്കണം, നല്ല രീതിയിൽ വഴക്കിടുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. ജാസ്മിൻ അടുത്ത് പോകാൻ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇത് തന്നെയാണ് കാരണം. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പോഴത്തേക്കും അവൻ അതൊന്നും കേൾക്കാനേ ഒരു മനസ്സ് കാണിക്കുന്നില്ല. ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട്, ഫുഡൊന്നും വേണ്ട, നീ പോയി കഴിച്ചോ, എന്നെ തന്നെ വിട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജാസ്മിൻ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ജാസ്മിൻ പോവില്ലായിരിക്കും, അവിടെ തന്നെ ഇരിക്കുമായിരിക്കും. പക്ഷെ ജാസ്മിൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ജാസ്മിൻ തന്നെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അതിന് ശേഷം സംസാരിക്കുന്നില്ല. പിന്നെ റസ്മിനായിട്ട് നമ്മുടെ ഗബ്രി സംസാരിക്കുന്ന ഒരു ക്ലിപ്പാണ് പിന്നെ കാണിച്ചത്. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് നല്ലത്, അവരുടെ ഗെയിമിനും നല്ലത്, നല്ല രീതിയിലുള്ള ഗെയിം രണ്ടുപേരും കാണാൻ സാധിക്കും. ഒരു പിണക്കം ഒരു നല്ലതായിട്ട് തോന്നും. കാരണം അവർ നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ആ പിണക്കം അനിവാര്യമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. ഗെയിമേഴ്സ് എല്ലാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഗബ്രിക്കാണെങ്കിൽ തന്നെ എന്ത് പറയണം നല്ല ചിന്തിച്ച് പറയാനുള്ള കഴിവും, അല്ലെ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാനുള്ള കഴിവും ഒക്കെ ഗബ്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗബ്രി നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരിക്കും, നല്ല സപ്പോർട്ടും കിട്ടുമായിരിക്കും. ആ ഒരു നെഗറ്റീവ്സിനെല്ലാം മറികടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജാസ്മിൻ ഇതിൽ നിന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കുമ്പോൾ ഗബ്രി അത് പിടിച്ചു വലിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കൂടുതലും ഗബ്രിക്ക് വീണ്ടും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. ഗബ്രി ഒന്നുകൂടെ ചിന്തിച്ച് കളിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും കാണാം, വരുന്ന ആഴ്ചയിൽ നമ്മുടെ ജാസ്മിന്റെ ഗെയിം എന്താണെന്നുള്ളത് എന്തായാലും കാണാം. ഈ സീസണിലെ മാറ്റിപ്പിടിക്കൽ പോലെ നമ്മുടെ ജാസ്മിൻ എന്താണ് മാറ്റിപ്പിടിക്കുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നാളത്തെ പ്രോമോ
നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു. നാളെ ഓപ്പൺ നോമിനേഷൻ ആണ് പ്രോമോയ്ക്കകത്ത് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഫോർത്ത് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും നല്ലൊരു കാര്യമായി. കാരണം നമ്മുടെ സേഫ് ഗെയിമേഴ്സ് ആയ ആൾക്കാരെയൊക്കെ പുറത്ത് ചടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇത് ഓപ്പൺ നോമിനേഷൻ തന്നെയാണ്. പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും ആർക്ക് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ ആരൊക്കെയാണ് നോക്കി കളിക്കേണ്ടതെന്നൊക്കെ നല്ല രീതിയിലുള്ള ഗെയിം ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഓപ്പൺ നോമിനേഷൻ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഈ ആഴ്ച വീട്ടിലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പ്രതീക്ഷിക്കാത്തവരും പ്രതീക്ഷിക്കുന്നവരൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണത്തിൽ തന്നെ ഇപ്രാവശ്യം വീട്ടിൽ നല്ല രീതിയിലുള്ള കലഹം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് കാർഡുകൾ എന്തായാലും ഈ വീക്ക് മിഡ് വീക്ക് ആയിട്ട് കയറുമെന്നാണ് തോന്നുന്നത്. അതായത് മൺഡേ കയറുക അല്ലെങ്കിൽ ട്യൂസ്ഡേയോ വെനസ്ഡേയോ എന്തായാലും കയറുമായിരിക്കും. നമുക്ക് എന്തായാലും കാണാം. അതുപോലെ തന്നെ ജാസ്മിന്റെ പ്ലേ എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. പിന്നെ പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പറയാം. വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണ് കുറെ ന്യൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. അത് 100% ഉറപ്പാണെങ്കിൽ മാത്രം അടുത്ത വീഡിയോ ഇടാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.